സമാജ്വാദി പാർട്ടി നേതാക്കൾ ഡൽഹി പാർലമെന്റ് സ്ട്രീറ്റ് ജുമാ മസ്ജിദിൽ കയറിയത് വിവാദമാക്കി ബിജെപി. അഖിലേഷ് യാദവ്, ഡിംപിൾ യാദവ്, ധർമ്മേന്ദ്ര യാദവ് തുടങ്ങിയവരാണ് കഴിഞ്ഞ ദിവസം പള്ളിയിലെത്തിയത്. ഇതിനെ തുടർന്ന് പള്ളി ഇമാമും സമാജ്വാദി പാർട്ടി എംപിയുമായ മുഹിബുള്ള നദ്വി പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി ന്യൂനപക്ഷ മോർച്ച രംഗത്തെത്തി. ആവശ്യമുന്നയിച്ച ലോക്സഭാ സ്പീക്കർക്കും ഡൽഹി മുഖ്യമന്ത്രിക്കും കത്ത് നൽകി. समाजवादी पार्टी पद के लिए फिट नहीं है। जो इमाम होता है उसका काम धर्म प्रचार होता है। जो मस्जिद में आते हैं उनको नमाज अदा कराना होता है। लेकिन मौलाना नदवी जो है वो समाजवादी का प्रचार करते हैं। समाजवादी के सांसदों को, अखिलेश यादव जी को, डिम्पल यादव जी को, मौलाना महबूबुल्लाह नदवी है, वो दिल्ली गवर्नमेंट के एम्प्लॉई है। तो अगर पद का दुरुपयोग करता है, पोस्ट का मिसयूज करता है, तो उसको रिमूव करने का अधिकार गवर्नमेंट को होता है. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, എന്താണ് ഇനിയൊരു വിവാദത്തിലേക്ക് നയിച്ച സാഹചര്യം? എന്താണ് ബിജെപി ഉന്നയിക്കുന്നത്? ദിവ്യ, കഴിഞ്ഞ ദിവസമായിരുന്നു സമാജ്വാദി പാർട്ടി എംപിമാർ പാർലമെന്റിന് സമീപത്തായിട്ടുള്ള പാർലമെന്റ് സ്ട്രീറ്റിലെ ജുമാ മസ്ജിദിൽ എത്തിയത്. അഖിലേഷ് യാദവ്, ഡിംപിൾ യാദവ്, അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയുടെ മറ്റു പ്രധാനപ്പെട്ട എംപിമാരെല്ലാവരും ഈ പള്ളി സന്ദർശിക്കാനായിട്ട് എത്തിയിരുന്നു. ഈ പള്ളി സന്ദർശനമാണ് ഇപ്പോൾ ബിജെപി വലിയ രീതിയിൽ വിവാദമാക്കിയിരിക്കുന്നത്. എന്തിനാണ് പള്ളി ഇങ്ങനെ ദുരുപയോഗം ചെയ്തത് എന്നാണ് പ്രധാനമായും ഇപ്പോൾ ബിജെപി ഉയർത്തുന്ന ഒരു ആരോപണം. പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെ, ഡിംപിൾ യാദവ് ഉൾപ്പെടെ ആ പള്ളിയിൽ കയറിയത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ബിജെപിയുടെ മൈനോറിറ്റി മോർച്ച ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് സ്പീക്കർക്കും അതോടൊപ്പം തന്നെ ഡൽഹി മുഖ്യമന്ത്രിക്കുമെല്ലാം ഇപ്പോൾ മോർച്ച കത്ത് നൽകിയിരിക്കുന്നത്. എത്രയും വേഗം ഈ മുഹിബുള്ള നദ്വിക്കെതിരെ ഒരു നടപടി സ്വീകരിക്കണം. അദ്ദേഹം ഒരു MP ആണ്. അതേസമയം തന്നെ പള്ളിയിലെ ഇമാമിൻ്റെ സേവനവും അനുഷ്ഠിക്കുന്നുണ്ട്. ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്പീക്കർക്കും അതോടൊപ്പം തന്നെ ഡൽഹി മുഖ്യമന്ത്രിക്കും ഇപ്പോൾ ബിജെപിയുടെ മൈനോറിറ്റി മോർച്ച കത്ത് നൽകിയിരിക്കുന്നത്. ഇതിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കാനും ഇപ്പോൾ മൈനോറിറ്റി മോർച്ച തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. എന്തിനാണ് ബിജെപി ഇതിപ്പോൾ ഇത്തരമൊരു വിവാദമാക്കി കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മുഹിബുള്ള ഇത് വിവാദമായതിന് പിന്നാലെ ഇന്നലെയാണ് ഇത് ബിജെപി വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്തു കൊണ്ടുവരികയും പിന്നീട് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കടക്കം കത്ത് നൽകുകയും ആ പള്ളിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇമാമിനെ മാറ്റണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ഡൽഹി സർക്കാരിന് കീഴിലാണ്, വഖഫ് ബോർഡിൻ്റെ കീഴിലുള്ള പള്ളിയാണ്. അതുകൊണ്ട് ഡൽഹി സർക്കാരിനെ മുഹിബുള്ള നദ്വി ആ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള ഒരു അധികാരമുണ്ട്. അതുകൊണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മുഹിബുള്ള നദ്വി ആ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നാണ് മോർച്ച ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബിജെപിയുടെ മൈനോറിറ്റി മോർച്ച ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇതിൽ ഇനിയിപ്പോൾ ഡൽഹി സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ സ്പീക്കർക്കും ഓം ബിർളയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. എന്ത് വിഷയമായിരിക്കും അദ്ദേഹം ഇതിൽ സ്വീകരിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ പള്ളി സന്ദർശനത്തിൻ്റെ ചിത്രങ്ങളടക്കം പുറത്തു വന്നതാണ് ഇപ്പോൾ ബിജെപി ഇത്തരമൊരു വിവാദത്തിന് കാരണമാക്കിയിരിക്കുന്നത്. ഈ പള്ളിക്കകത്ത് രാഷ്ട്രീയ യോഗം ചേർന്നു എന്നുള്ള വലിയൊരു ആരോപണം ബിജെപി ഉയർത്തുന്നുണ്ട്. എന്നാൽ പള്ളി സന്ദർശനം മാത്രമാണ് അവിടെ ഉണ്ടായത്. ഈ പാർലമെന്റ് നടക്കുന്നതിനിടയിൽ പാർലമെന്റ് പിരിഞ്ഞതിന് ശേഷമായിരുന്നു അഖിലേഷ് യാദവും ഡിംപിൾ യാദവും അതോടൊപ്പം തന്നെ സമ്പൽ MP സിയാവുർ റഹ്മാൻ ഉൾപ്പെടെയുള്ള ആളുകളും എല്ലാവരും ഈ പള്ളിയിലെത്തുകയും മുഹിബുള്ള നദ്വിയുമായി ചർച്ച നടത്തുകയും സാധാരണ നിലയിൽ ആ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ സൗഹൃദപരമായി ചോദിച്ചു മടങ്ങുക മാത്രമാണ് അവിടെ ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് അവിടെ രാഷ്ട്രീയ ചർച്ചയോ യോഗങ്ങളോ ഒന്നും ആ പള്ളിക്കകത്ത് നടന്നിരുന്നില്ല. എന്നാൽ ബിജെപി അത് രാഷ്ട്രീയ യോഗം നടന്നു, ഇത്തരത്തിൽ പള്ളി ദുരുപയോഗം ചെയ്തു, അവിടെ സ്ത്രീകളെ കയറ്റി തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഈ സമാജ്വാദി പാർട്ടി MP കൂടിയായ മുഹിബുള്ള നദ്വിയെ അവിടെ നിന്ന് പുറത്താക്കണം. ആ പള്ളിയിൽ വർഷങ്ങളായി ഇമാം സേവനം അനുഷ്ഠിച്ചു വരുന്ന വ്യക്തിയാണ് മുഹിബുള്ള നദ്വി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലായിരുന്നു അദ്ദേഹം മത്സരിക്കുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു സമാജ്വാദി പാർട്ടിയുടെ MP ആയിട്ട്. ആ സമയം മുതൽ തന്നെ ബിജെപി വലിയ രീതിയിലുള്ള ആരോപണം ഉയർത്തുന്നുണ്ട്. ഇദ്ദേഹത്തെ പള്ളിയിൽ നിന്ന് പുറത്താക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഉയർത്തിയ കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ഇത്തരമൊരു സംഭവം, ഒരു പള്ളി മറ്റ് MPമാർ പള്ളി സന്ദർശിച്ചു എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടി മുഹിബുള്ള നദ്വിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളൊരു ക്യാമ്പയിനാണ് ഇപ്പോൾ ബിജെപിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകുന്നത്. ബിജെപി മൈനോറിറ്റി മോർച്ചയാണ് ഈ വിവാദം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. സമാജ്വാദി പാർട്ടി MPമാരുടെ ജുമാ മസ്ജിദ് സന്ദർശനമാണ് അവർ വിവാദമാക്കുന്നത്. ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകുകയടക്കം ചെയ്തിട്ടുണ്ട്. വിവരങ്ങളാണ് തൗഫീഖ് അസ്ലം നൽകിയത്.